ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഈ 2 കപ്പക്കൊള്ളി പൊടിച്ച് വന്നു. അതിനിപ്പോൾ വളമിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഈ തോലും വളവും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നോക്കുന്നത്. അതിനിപ്പോൾ എന്തെല്ലാം കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് പോട്ടി മിശ്രിതം, കുറച്ച് ഇത് ആട്ടും വളം, കുറച്ച് വേപ്പും കുരു വേപ്പിൻ്റെ വേപ്പും പിണ്ണാക്കും, കുറച്ച് എല്ല് പൊടിയും കൂടിയാണ് ഞാനിപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കൊടുക്കട്ടെ. ഇത് 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 സീമക്കൊന്നേൻ്റെ ചപ്പും ഇതാണിപ്പോൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തിട്ട് അത് ചപ്പാത്തി എടുക്കണം, അല്ലെങ്കിൽ അവിടെ കൊള്ളൂല ചാക്കിൻ്റെ അകത്ത് മുന്നാകുമ്പോൾ. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് കൊടുക്കട്ടെ, ഇതൊന്ന് ആക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇപ്പം കപ്പ ഒരു പ്രാവശ്യം നട്ട് രണ്ടാമത്തെ പണിയായിപ്പോൾ എടുക്കുന്നത്. ആദ്യം നട്ടു, ഇനി ആദ്യത്തെ വളം കൊടുക്കലാണ് ഇപ്പം കൊടുക്കുന്നത്. ആദ്യം കൊടുത്ത ചപ്പും കാടെല്ലാം അതെല്ലാം അമിഞ്ഞു പോയി. ഇനിയിപ്പം നമ്മൾ കുറേശ്ശെ കൊടുക്കണം. 2-3 വട്ടം കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ നമ്മൾ പണിയെടുത്തതിനുള്ള ആ അനുഭവം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ സീമക്കൊന്ന ഒത്തി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുക, ആട്ടുംവളം, കുറച്ച് വേപ്പ് പിണ്ണാക്കും പൊടിയും, കുറച്ച് എല്ലുപൊടി. ഇത് 3 ഇപ്പം കൊടുക്കുന്നത്. കുറച്ച് പോട്ടി മിശ്രിതം കൂടി ഇട്ട് കൊടുക്കാനാണ് പരിപാടിയിട്ട്. നമുക്ക് നല്ലോണം കേങ്ങ് കീയും. അതിന് വേണ്ടിയിട്ട് തന്നെ എനിക്കെല്ലാം ഞാൻ ഈ പണിയെടുക്കുന്നത്. നല്ലപോലെ കേങ്ങ് കീയാൻ തന്നെയാണ്, നല്ലൊരു അടിപൊളിയായിട്ട് കീയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുത്താൽ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ. കിട്ടാണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. സീമക്കൊന്ന ഇങ്ങനെ ഇതേപോലെ തേർത്ത് വന്നത് ഇഷ്ടംപോലെ കൊത്താനുണ്ട് എനിക്ക്. അതുകൊണ്ട് സീമക്കൊന്ന കൊടുക്കാൻ ഒരു വണ്ടിയുമില്ല, ഇഷ്ടംപോലെ കൊടുക്കാം. അതേപോലെ ചക്കരക്കേങ്ങിനും കൊണ്ട് പണിയെടുക്കാനുണ്ട്. അതിപ്പം നാളെങ്ങാനും എടുക്കാം, ഇനിയിപ്പം നേരമില്ല. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഈ ചപ്പടത്തി എടുക്കണം, അല്ല ഞാനുണ്ടല്ലോ അതിൻ്റെ അകത്ത് കൊള്ളൂല. അതിൻ്റെ തൈക്ക്, കപ്പക്കൊള്ളിയുടെ തൈക്ക് കേടുവരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്ത് ഇഷ്ടംപോലെ വളമായി. ഇതിൻ്റെ മേലെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം. വെച്ചത് ഞാനിവിടെ വെച്ചിട്ട് നോക്കട്ടെ. എടുത്തിട്ട് ഒരു പിടി വേപ്പും പിണ്ണാക്കും, ഇത് ഒരു പിടി എല്ലുപൊടി കണ്ടാ. ഇത് എല്ലുപൊടിയാണ്. ഇതിൻ്റെ അടിയിൽ വേപ്പ് പിണ്ണാക്കിൻ്റെ പൊടി കണ്ടാ. ഇടല്ലേ, ഇത് രണ്ടും കൂടി ഞാൻ ഒന്നായിട്ട് കുഴക്കട്ടെ. ഇത് കുഴച്ചിട്ട് ഇത് 2 എണ്ണത്തിന് കൊടുക്കാനായിട്ട്. ഇത് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. കണ്ടേ, ഇത് രണ്ടുമാണ് ഇപ്പം കൊടുക്കേണ്ടതില്ല. കണ്ടില്ലേ, ഇതിനെടുക്ക് നട്ടതാണ്, കൊടുത്തിട്ട് ഇത്രയായി. ഇല്ലേ, ഇത് കുറേ നല്ലോണം അമർന്ന് കഴിഞ്ഞു. നല്ലപോലെ കാണിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ നല്ലപോലെ കാണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സീമക്കൊന്ന ഇട്ട് കൊടുക്കട്ടെ. സീമക്കൊന്ന അല്ല, അടിയിൽ ഞാൻ വളം ഇട്ട് കൊടുക്കാം. ഇത് ആട്ടും വളമാണേ, ഇത് ആട്ടിൻ്റെ വളമാണ്. ഇത് ഓരോ പടി ഇതും ഇട്ട് കൊടുക്കട്ടെ. ഓരോ പടി ആട്ടും വളം അടിയിൽ ഇട്ട് കൊടുക്കട്ടെ. ഇത് ആട്ടും വളം ഓരോ പടി ഈ രണ്ടിനും അത്രേ വേണ്ടു. കുറേശ്ശന ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എല്ലുപൊടിയും കൂടി, ഇത് എല്ലുപൊടിയായത്, ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി അത് ഇട്ട് കൊടുത്താൽ നല്ല സൂക്കടൊന്നുമില്ലാണ്ട് നല്ല ഇതായിട്ട് കിട്ടും. കിഴങ്ങ് കീയാനും വണ്ണം വെക്കാനും എല്ലാം നല്ലതായത്. ഇനി ഈ സീമക്കൊന്നേൻ്റെ തോല് ഇതാണ് ഇനിയിപ്പം വെച്ച് കൊടുക്കേണ്ടത്. ഇതില്ലേ, ഈ സീമക്കൊന്നേൻ്റെ തോല് ഇനിയിപ്പം വെച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. രണ്ടിനും കൂടി വെക്കാനായത് ഇഷ്ടംപോലെ തോലായി. ഇതുണ്ടായാൽ നല്ലോണം കിഴങ്ങ് കീയാൻ വേണ്ടിയിട്ടാണ്. കിഴങ്ങ് വണ്ണം വെക്കാനും കീയാനും എല്ലാം ഇങ്ങനെ ഈ സീമക്കൊന്നേൻ്റെ തോല് ചാണകത്തിൻ്റെ സമാണ്. അതുകൊണ്ട് സീമക്കൊന്ന ഇട്ട് കൊടുക്കുന്നത് അതാണ്.
ചീമക്കൊന്ന പിന്നെ ഉണ്ട് ഇഷ്ടംപോലെ. അതാണ് കാര്യമായിട്ട് നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പം ചീമക്കൊന്നേൻ്റെ ചപ്പ് ആദ്യം നമ്മൾ കരുതണം. അത് കരുതിയാൽ മാത്രമേ നമുക്ക്. പിന്നെ കുറച്ച് ഭക്ഷണച്ചീര കരുതിയ ഇതേപോലെ ഭക്ഷണച്ചീര ഇട്ടാലും നല്ല നല്ല കാൽസ്യത്തിൻ്റെ ഇതാണ് ഈ ഭക്ഷണച്ചീരക്ക്. നല്ല കാൽസ്യം ഉണ്ട്. അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഇതിപ്പോൾ ഇത്ര പോലെ ആക്കി കേട്ടാ. ഇതേപോലെ ഇട്ടു. ഇനിയിപ്പം ഇതാണ്. ഇത് ഞാനിപ്പം ഇവിടെ പോട്ടി മിക്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ വാരി ഇട്ട് കൊടുക്കട്ടെ. ഇതാണ് പോട്ടി മിക്സ് ചെയ്ത്. അങ്ങനെ ഇടുന്നില്ല, ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരിക്കലും കൂടി ഇടണം. ഒരിക്കലും കൂടി ഇട്ട് കൊടുക്കണം വളം. ഇത് പോരാ. അപ്പോൾ അന്നേരം കുറച്ചും കൂടി ഉയരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇടില്ലേ ഇതാ. ഇത് ഇതേപോലെ ഇനി ചുറ്റും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കിഴങ്ങ് വേര് പോകുമ്പോൾ വേര് ഇളക്കത്തിനാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേര് പോകുമ്പം അങ്ങോട്ട് നീണ്ടു പോയിക്കോളും. വേരിന് ഇളക്കമുണ്ടായാലേ നല്ല കിഴങ്ങ് നല്ല ശരിക്കും കിയാൻ. ഇനിയിപ്പം വേര് പുറത്തേക്ക് ഇറങ്ങുമല്ലോ, ആ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പോകാനുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണ്. ഇതല്ലേ ഇതാ. ഇതും കൂടി ഇട്ട് കൊടുത്തിരിക്കാം. ഇപ്പോൾ ഇത്രയേ വേണ്ടത്. ഇതിപ്പോൾ തൽക്കാലം ഇത്ര മതി. നല്ല വളമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഈ വളം ഇട്ട് കൊടുത്താൽ തന്നെ ആ ഒരു കിഴങ്ങിന് നല്ല വളം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഇതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇല്ലേ, അതിന് കുറച്ച് കൂടുതലുണ്ട്. വലിയ ചാക്കായതുകൊണ്ട് അതിനൊരു പാടുണ്ട്. മറ്റേത് ചെറിയ ചാക്കായതിന് കുറച്ച് കുറഞ്ഞു പോയി. എന്താ ഇതേപോലെ ഇതിലിട്ടിട്ട് 4 പുറവും ഒരുപോലെ ആക്കിയിട്ട് അമർത്തിട്ട് അവിടെ വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇതുപോലെ ഇവിടെ അമർത്തി വെച്ചു. ഇത് രണ്ടും വളമിട്ട് കൊടുത്തു. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിഴങ്ങുണ്ടോ നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി. അതിൻ്റെ വിവരം നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.